ഹലോ മക്കളെ, വെൽക്കം ടു എക്സാം ബൈ USS ക്ലാസ്സസ്. എല്ലാവരും USSന്റെ തിരക്കിട്ട് പ്രിപ്പറേഷനിലാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പറേഷൻ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്താണ് ഓരോരോ ക്ലാസ്സുകളായിട്ട് ഓരോരോ ടോപ്പിക്കായിട്ട് നമ്മളെ വീഡിയോയിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മളെ യൂട്യൂബിൻ്റെ ഓരോ വീഡിയോൻ്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും, നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ വരുന്നൊരു ഫോം ഉണ്ട്, ഗൂഗിൾ ഫോം ഉണ്ടാവും. അത് ഫിൽ ഔട്ട് ചെയ്തിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. നമ്മളെ വീഡിയോസും ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം അറിയിപ്പുകളെല്ലാം എവിടെ വരും? ആ കമ്മ്യൂണിറ്റി വരും. എല്ലാവരും കൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ USS എന്താണ് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. എന്താണ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും USS കിട്ടട്ടെ. ഇപ്പോൾ നമ്മളിന്ന് ഫിസിക്സിൻ്റെ ക്ലാസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ബേസിക് സയൻസ്. നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ബേസിക് സയൻസ് മാറി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ബേസിക് സയൻസ്, അടിസ്ഥാന ശാസ്ത്രത്തിനുള്ള എന്താണ് ചാപ്റ്ററാണ്. ഇലക്ട്രിസിറ്റി, വൈദ്യുതി. ഓക്കെ, വൈദ്യുതിയിലെ ക്വസ്റ്റ്യൻ ഒക്കെ USSന് മുന്നേ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളൊന്ന് ചെയ്യും. അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും എന്താണ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും എന്താണ് വീഡിയോ കാണുന്ന പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ വൈദ്യുതി എന്താണ്? വൈദ്യുതി നിങ്ങളെ വീട്ടിൽ ഒക്കെ കണ്ടിട്ടുണ്ടാവും, റൈറ്റ്? നിങ്ങളെ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്നു. ഓക്കെ, സോ അത് മാത്രമാണ് വൈദ്യുതി. നമുക്ക് വൈദ്യുതി എങ്ങനെ ഉണ്ടാക്കും എന്ന് അറിയണം. ഓക്കെ, അതിനാണ് നമുക്ക് എന്താണ് പവർ സ്റ്റേഷൻസ് ഉള്ളത്. ലൈക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഉണ്ട്, തെർമോ പവർ പ്ലാന്റ്സ് ഉണ്ട്, തെർമൽ പവർ പ്ലാന്റ്സ് ഉണ്ട്, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അതിനൊക്കെ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഓക്കെ, സോ എല്ലാവരും ക്ലാസ് നന്നായിട്ട് കേൾക്കുക. നമ്മളെ ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യും. അതിലായിട്ടുള്ള തിയറി സബ്ജക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ വൈദ്യുതിയിലെ മുന്നേ USSന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. നോക്കടാ, വിച്ച് ഈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തത്, ഓൾ മെറ്റൽസ് ആർ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. ശരിയായത് ഏതെന്നാ ചോദ്യം. നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എന്താണ് ശരിയാണോ എന്ന് ഞാൻ പറയുമ്പോൾ നോക്കുക. ഓൺലി സർട്ടൻ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്. ചില ലോഹങ്ങൾ മാത്രം ചാലകങ്ങളാണ്. ഓക്കെ, മെറ്റൽസ് ആർ നോട്ട് കണ്ടക്ടിങ് ഇലക്ട്രിസിറ്റി. ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുന്നില്ല. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലെ? നമുക്ക് കണ്ണും പൂട്ടി പറയാം, അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. മെറ്റൽസ് എന്തല്ല? മെറ്റൽസ് എന്താണ് വൈദ്യുതി കടത്തി വിടും. ഓക്കെ, നമുക്കറിയാം നിങ്ങളുടെ വീട്ടിലെ വയറിംഗ് ഒക്കെ അത് പൊളിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, റൈറ്റ്? കോപ്പറാണ്, കോപ്പറിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ അതിൽ എന്താണ് വൈദ്യുതി കടത്തി വിടുന്നത്. സോ കോപ്പർ ഒരു ലോഹാണ്, അതിൽക്കൂടെ എന്തായാലും വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. ഓക്കെ, മെറ്റൽസ് ആർ നോട്ട് കണ്ടക്ടേഴ്സ്. തെറ്റായതാണ്. നമ്മളിപ്പോൾ പറഞ്ഞേ ലോഹങ്ങൾക്ക് വൈദ്യുതി കടത്തി വിടാനുള്ള കഴിവുണ്ട്. ഇനി ചോദ്യം എന്താ വെച്ചിട്ട് എല്ലാ ലോഹങ്ങൾക്കും വൈദ്യുതി കടത്തി വിടാൻ പറ്റുമോ? പറ്റും. അതാണ് ഇവിടുത്തെ ഉത്തരം. ഓൾ മെറ്റൽസ് ആർ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. ചാലകങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വൈദ്യുതി കടന്നു പോകാൻ പറ്റുന്ന ആൾക്കാർ. ഇൻസുലേറ്റേഴ്സോ? ഇൻസുലേറ്റേഴ്സ് പറഞ്ഞാൽ ആരടാ? ഇൻസുലേറ്റർ പറഞ്ഞാൽ വൈദ്യുതി കടത്തി വിടാൻ പറ്റാത്ത ആൾക്കാർ. എക്സാമ്പിൾ ആരാ? വൈദ്യുതി കടത്തി വിടാൻ പറ്റാത്ത ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ ആരടാ? ഒരു ഉണക്കമരം അല്ലെങ്കിൽ വുഡൻ ബ്ലോക്ക്. ഓക്കെ, വുഡൻ ബ്ലോക്ക് എന്ത് കടത്തി വിടൂല? വൈദ്യുതി കടത്തി വിടൂല. അതാണ് നമ്മൾ ഷോക്ക് ഏറ്റാലേ ഒരാൾ പിടിച്ചിട്ട് ഉണങ്ങിയ വടി കൊണ്ട് അടിക്കണം എന്ന് അറിയും. അതുകൊണ്ടാ ഈ ഉണങ്ങിയ വടി കൂടെ വൈദ്യുതി കടന്നു പോകില്ല. സോ നമ്മൾ ആ എന്താണ് ഷോക്ക് അടിച്ച ആളെ രക്ഷിക്കാൻ വേണ്ടി ഈ വൈദ്യുതിൻ്റെ കണക്ഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഉണക്ക വടി കൊണ്ട് അടിക്കണം. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ആണ് ഇൻസുലേറ്ററിനെ. നമ്മൾ ഏതെങ്കിലും ലോഹം പിടിച്ചിട്ട് മെറ്റൽ പിടിച്ചിട്ട് അടിച്ചാലോ നമുക്കും ഷോക്ക് ഏൽക്കും. സോ ലോഹങ്ങളെല്ലാം എന്താണ്? നല്ല കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. മെറ്റൽസ് ആർ ഗുഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ടേഴ്സ്. മെറ്റൽസ് ആർ ഗുഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ടേഴ്സ്. എന്തുകൊണ്ടാണ് മെറ്റൽസ് ഇലക്ട്രിസിറ്റിൻ്റെ നല്ല കണ്ടക്ടേഴ്സ് ആണെന്നൊക്കെ നിങ്ങൾ വലിയ ക്ലാസ് പഠിക്കും. അതിന് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അതിന് മറ്റൊരു എനർജി ലെവലിലോട്ട് പോകാൻ പറ്റും. അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ വലിയ ക്ലാസ് പഠിക്കും. ഇപ്പം മനസ്സിലാക്കി വെക്കുക, ലോഹങ്ങൾ മെറ്റൽസ് എല്ലാം നല്ല വൈദ്യുതി കടത്തി വിടാൻ പറ്റുന്ന ചാലകങ്ങളാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, USSന് ചോദിച്ചാൽ മറന്നു പോകരുത്. ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞ വുഡൻ ബ്ലോക്ക്. ഓക്കെ, ഇൻസുലേറ്റർ പറഞ്ഞാൽ വൈദ്യുതി കടത്തി വിടാത്ത ആൾക്കാരാണ്. കണ്ടക്ടേഴ്സ് ചാലകങ്ങൾ പറഞ്ഞാൽ വൈദ്യുതി കടത്തി വിടുന്ന ആൾക്കാരാണ്. ഓക്കെ, തെറ്റിക്കരുത്. ക്വസ്റ്റ്യൻ ചോദിച്ചാലേ മക്കൾ തെറ്റിക്കരുത്. ഇനി നോക്കടാ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിംബൽസ് ഇൻഡിക്കേറ്റ്സ് എ സേഫ്റ്റി ഡിവൈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്?
ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതു പ്രതീകമാണ് വൈദ്യുതി സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ ഉപകരണത്തെ സൂചിപ്പിക്കുന്നത്? ഓക്കെ, നമുക്കറിയാം ഫ്യൂസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഫ്യൂസ് എന്താണ് ഫ്യൂസ്? നിങ്ങളെ എന്താണ് അവിടെ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ പോവരുത് എന്നൊക്കെ പറയാനുണ്ടാവും. അല്ലെങ്കിൽ വീട്ടുകാർ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് അവിടെ ഒരു ഫ്യൂസ് ഒക്കെ ഇടുന്നുണ്ടാവും. നിങ്ങൾ വീട്ടിൽ കറണ്ട് പോയാൽ നിങ്ങൾ ഉമ്മ ഇപ്പൊക്കെ പറയും, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ പറയും എന്താണ് ഫ്യൂസ് പോയിട്ടുണ്ട്, എന്താണ് ഫ്യൂസ് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കറണ്ട് പോയതെന്ന് പറയും. എന്താണ് ഫ്യൂസ്? നമ്മളെ വീട്ടിലോട്ട് വരേണ്ട കറണ്ടിനേക്കാളും അധികം കറണ്ട് വന്നാലേ നമ്മളെ വീട്ടിലെ ഉപകരണങ്ങളെയും നമ്മളെ വീട്ടിലെ സർക്യൂട്ടിനെയും വയറിങ്ങിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വീട്ടിലേക്ക് കറണ്ട് വരുന്നതിന് മുന്നേ ഒരു സാധനം നമ്മൾ ഘടിപ്പിക്കും, ഫ്യൂസ് എന്ന് പറയും. സോ വീട്ടിലേക്ക് കറണ്ട് വരണമെങ്കിൽ ഇതിൽ കൂടെ കടന്നു വരണം. സോ വീട്ടിലേക്ക് കടന്ന് വരേണ്ട കറണ്ടിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇയാൾ ബ്രേക്ക് ചെയ്യും, ഇയാൾ ബ്രേക്ക് ചെയ്തിട്ട് ഉരുകിപ്പോവും. ഓക്കെ, സോ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് കറണ്ടേ പോവുള്ളൂ, തൽക്കാലം എന്താണ് കുറച്ച് നേരം കറണ്ട് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മൾ പ്രൊട്ടക്റ്റഡാ. അത് നമ്മൾ എന്താ പറയാ? ഫ്യൂസ്. ഓക്കെ, ഫ്യൂസിന്റെ സിമ്പിൾ ഏതാടാ? ഇതേ. ഓക്കെ, പഠിച്ചു വെക്കുക. നമ്മളെ ഫ്യൂസ് ആണ്, ഇലക്ട്രിക്കൽ ഫ്യൂസ് ആണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമ്മളെ സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പറഞ്ഞേ കൂടുതൽ കറണ്ട് വന്നാൽ നമ്മളെ എന്താണ് നമ്മൾ ആവശ്യത്തിലധികം കറണ്ട് വന്നാൽ നമ്മുടെ വീട്ടിലെ ഫാനും എന്താണ് ലൈറ്റൊക്കെ അടിച്ചു പോകും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് കാരണം എന്താ? ഇതിനെ താങ്ങാൻ പറ്റാതിനെങ്കിലും കൂടുതൽ കറണ്ട് വരാൻ പാടില്ല. അപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മളെ വീട്ടിലോട്ട് കറണ്ട് വരുന്നതിന് മുന്നേ അവിടെ ഒരു ഫ്യൂസ് ഘടിപ്പിക്കും. ഈ ഫ്യൂസിന്റെ പ്രത്യേകത എന്താ? നമുക്ക് ആവശ്യത്തിലധികം കറണ്ട് വന്നാൽ ഇയാൾ ഉരുകി ആ സർക്യൂട്ട് അങ്ങ് ബ്രേക്ക് ആവും. എന്നിട്ട് പറയും ഇനി കറണ്ട് വരാൻ പറ്റൂല. ഓക്കെ, അങ്ങനത്തെ ആളാണ് ഫ്യൂസ്. ഫ്യൂസിന്റെ ചിത്രമാണ് ഇത്. ഓക്കെ, സോ ഇവിടെ ഏതാ ഉത്തരം? ഫ്യൂസിന്റെ ചിത്രമാണ് ഇത്. ഓക്കെ, നേരത്തെ കണ്ടത് സ്വിച്ച്. ഓക്കെ, ക്ലോസ്ഡ് സ്വിച്ച്, കപ്പാസിറ്റർ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ്. അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഓക്കെ, ഒരു പ്രാവശ്യം ഒന്ന് എന്താണ് നോക്കി വെച്ചാൽ മതി, 1-2 പ്രാവശ്യം നോക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. റെസിസ്റ്റർ, ഓക്കെ, ഡയോഡ്, നിങ്ങൾ സ്കൂളിൽ ബുക്കിൽ പറയുന്നുണ്ടാവും. ഓക്കെ, സോ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. വേരിയബിൾ റെസിസ്റ്റർ അങ്ങനെ സിഗ്സാക്റ്റിൽ അതിൻ്റെ പോലെ ഒരു ആരവും കൂടി ഇട്ടാലേ വേരിയബിൾ റെസിസ്റ്റർ. എന്താണ് വേരിയബിൾ റെസിസ്റ്റർ? മാറ്റാൻ പറ്റുന്ന റെസിസ്റ്ററിന്റെ വാല്യൂ മാറ്റാൻ പറ്റുന്നത്. ഓക്കെ, യെസ്. പിന്നെയോ തെർമിസ്റ്റർ, ട്രാൻസിസ്റ്ററിന്റെ ചിത്രം കൂടി നിങ്ങൾ പഠിച്ചു വെച്ചോ. ഓക്കെ, എല്ലാം കൂടി ഒന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. യൂസസിന് ചോദിച്ചാൽ നല്ല ഈസി ക്വസ്റ്റ്യനാ. വിച്ച് ഓഫ് ദി ഫോളോയിങ് യൂസ്ലെസ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈദ്യുതിയുടെ ഉപയോഗം കുറവുള്ളത് ഏതാണെന്ന് ചോദ്യം. ഓക്കെ, നമുക്കറിയാം നമ്മളെ വീട്ടിലൊക്കെ ഫിലമെന്റ് ലാബ് ഉണ്ടാവും, LED ലാബ് ഉണ്ടാവും, എന്താണ് ഫ്ലൂറസൻ ലാബ് ഉണ്ടാവും. CF ഒക്കെ വെള്ള ബൾബ്, റൈറ്റ്? രണ്ട് യു ഷേപ്ഡ് എന്താണ് ഷേപ്ഡ് ഫിലമെന്റ്സ് ഉള്ള ബൾബ്സ് നമ്മൾ എന്താ പറയുക? CFL ബൾബ് എന്ന് പറഞ്ഞാൽ വെള്ള ബൾബ്. ഫിലമെന്റ് ബൾബുകളുണ്ടാവും മഞ്ഞ ലൈറ്റൊക്കെ വരുത്തുന്ന ബൾബ്. ഓക്കെ, അതിട്ടാൽ എന്തുണ്ടാവും? കൂടുതൽ കറണ്ട് ഉണ്ടാവും. നമ്മളത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാം. അല്ലെങ്കിൽ അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇടാൻ പാടുള്ളൂ ഫിലമെന്റ് ബൾബ്. ഓക്കെ, സോ അതെന്ത് ചെയ്യാം? കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യും. ആര്? ഫിലമെന്റ് ലാബ്. ഭയങ്കര പ്രശ്നക്കാരനാണ് ഇവൻ, ഫിലമെന്റ് ലാബ്. ഫ്ലൂറസൻ ലാബും CFL ഒക്കെ എന്താണ് ഫിലമെന്റ് ലാബിന്റെ ഫ്ലൂറസൻ ലാബും CFL ഒക്കെ ഫിലമെന്റ് ലാബിന്റെ അത്ര കറണ്ട് എടുക്കൂല, പക്ഷെ എന്നാലും കുറച്ചും കൂടി കറണ്ട് എടുക്കും. തീരെ കറണ്ട് എടുക്കാത്ത ആരാണ്? LED ബൾബ്. ഓക്കെ, പുതിയ ടൈപ്പ് ഓഫ് ബൾബാണ് നമ്മളെ LED ബൾബ്. നമ്മളിപ്പോൾ എല്ലാവരും വീട്ടിലും ബൾബൊക്കെ പഴയ CFL-ഉം ഫ്ലൂറസനും ഫിലമെന്റ് ഒക്കെ മാറ്റിയിട്ട് ഇപ്പോൾ LED ബൾബ് ആക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? കാരണം അയാൾക്ക് കറണ്ട് കുറച്ച് മതി, നല്ല ലൈറ്റും കിട്ടും. അപ്പൊ നമുക്ക് ഇയാളെ മതി, LED ബൾബിന് മതി. ഓക്കെ, LED ബൾബ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ വൈദ്യുതിയുടെ ഉപയോഗം കുറവുള്ളത് LED ബൾബിന്. ഓക്കെ, ഇനി കൂടുതലാണെന്നുണ്ടെങ്കിലോ? കൂടുതൽ ചോദിച്ചാൽ നമുക്ക് എഴുതാം ഫിലമെന്റ് ബൾബ്. ഓക്കെ, LED ബൾബിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വീട്ടിൽ എല്ലാവരും ഉണ്ടാവും. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞേ താപനിലയങ്ങളെ എന്താണ് വൈദ്യുത നിലയങ്ങളെ. ഓക്കെ, വൈദ്യുത നിലയങ്ങളെ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉണ്ട്, തെർമൽ പവർ സ്റ്റേഷൻസ് ഉണ്ട്, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഉണ്ട്. ഇതൊക്കെ എന്തിനാണ്? നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ. നിങ്ങൾ കാണുന്നത് വീട്ടിലോട്ട് വരുന്ന വൈദ്യുതിയാണ്. ഇത് ഉണ്ടാക്കുന്ന ഇവിടുന്ന പവർ സ്റ്റേഷൻസ് എന്നാണ്. ഓക്കെ, അങ്ങനത്തെ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. നമ്മൾ ഇടുക്കി ഡാം, ഓക്കെ, അങ്ങനത്തെ കുറേ ഡാംസ് ഒക്കെ നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ അവിടെ എന്താണ് വെള്ളത്തിൽ നിന്നാണ് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വെള്ളം യൂസ് ചെയ്തിട്ടാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഓക്കെ, അതല്ലാതെ പിന്നെ തെർമൽ പവർ സ്റ്റേഷൻസ് ഉണ്ട്.
നമ്മൾ താപോർജ്ജം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ തെർമൽ എനർജി യൂസ് ചെയ്തിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ എന്ത് പറയും? തെർമൽ പവർ സ്റ്റേഷൻസ്. അങ്ങനത്തെ തെർമൽ പവർ സ്റ്റേഷൻസ് കേരളത്തിൽ ഒന്നുണ്ട്. അതെവിടെയാ ഉള്ളത്? കായംകുളം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ തെർമൽ പവർ സ്റ്റേഷനാണ് കായംകുളം. ഓക്കെ, കായംകുളം പവർ സ്റ്റേഷന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കായംകുളം താപനിലയം, കേരളത്തിലെ ആദ്യത്തെ താപനിലയമാണ് കായംകുളം പവർ സ്റ്റേഷൻ. ഓക്കെ, ബ്രഹ്മപുരം, നല്ലണം, ചീമേനിയും ഒന്നുമല്ല. ഓക്കെ, പിന്നെയോ കേരളത്തിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇല്ല. ഓക്കെ, കേരളത്തിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ നിങ്ങൾ ചെർണോബൈൽ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കേട്ടിട്ടുണ്ടാവും. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് പൊട്ടിത്തെറിച്ച് വലിയ ദുരന്തം ഉണ്ടാക്കിയ സ്ഥലമാണ് എന്താണ് നമ്മളെ ചെർണോബൈൽ. ഓക്കെ, നിങ്ങൾ വീഡിയോസൊക്കെ യൂട്യൂബിൽ വെറുതെ ഇരിക്കുമ്പോൾ നോക്കി നോക്കാം. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഡിസാസ്റ്റർ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച ശേഷം അവിടെ എപ്പോഴും ഒരു അനാഥ സ്ഥലം പോലെ കിടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതൊക്കെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ചെർണോബൈൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഡിസാസ്റ്റർ. ഓക്കെ, അടിച്ചു നോക്കിയാൽ മതി. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈസി ക്വസ്റ്റ്യൻ. 4 ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ വൈദ്യുതിയുടെ സാന്നിധ്യം പരിശോധിക്കാനുള്ള ഉപകരണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ഡിവൈസ് ഫോർ ചെക്കിംഗ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി? നമുക്കറിയാം ടെസ്റ്റർ. നിങ്ങളെങ്ങനെ പിടിച്ചോ? ടെസ്റ്റർ ഉണ്ടാവില്ല, ഇവിടെ ഇങ്ങനെ ലൈറ്റ് എത്തും, ഇതുപോലത്തെ ചിത്രം. ഇതാണ് ടെസ്റ്റർ. എന്താടാ ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ വീട്ടുകാർ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ചെയ്യാൻ പാടില്ല, വീട്ടുകാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ നമ്മളിങ്ങനെ സ്വിച്ച് ബോർഡിൽ വെച്ച് നോക്കുന്നുണ്ടാവും. ബാക്കിൽ ഇങ്ങനെ അമർത്തിയാൽ ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തും. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾ ടെസ്റ്റർ എന്ന് പറയാം. ബാക്കിയുള്ള ഇയാളെന്താ? കട്ടിംഗ് പിയേഴ്സ്, സ്ട്രിപ്പർ, സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റർ. ഓക്കെ, ഇതാണ് നമുക്ക് ആവശ്യമുള്ള ആളെ. ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നറിയാൻ, കറണ്ട് സർക്യൂട്ടിൽ ഉണ്ടാകുന്നറിയാൻ ടെസ്റ്റാണ് യൂസ് ചെയ്യാം. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെ ശരിയായ പ്രസ്താവനകൾ, ഏതൊക്കെ ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നാ ചോദ്യം. അനലൈസ് ദി ഗിവൺ സ്റ്റേറ്റ്മെന്റ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. ആദ്യത്തെ പ്രസ്താവന എന്താടാ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് പാസ് ഇലക്ട്രിസിറ്റി ആർ ഇൻസുലേറ്റേഴ്സ്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റേഴ്സ്. നമ്മൾ പറഞ്ഞ് വുഡൻ ബ്ലോക്ക്, ഉണങ്ങിയ മരത്തടി ഒരു ഇൻസുലേറ്റർ ആണ്, വൈദ്യുതി കടത്തിവിടൂല. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ. ശരിയായ പ്രസ്താവനയാണ്. അടുത്തതോ? കണ്ടക്ടർ. കണ്ടക്ടർ അറിയുന്നോടാ? കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വൈദ്യുതി കടത്തിവിടുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് ബി എന്താ? കോപ്പർ വയർ ഇസ് ആൻ ഇൻസുലേറ്റർ. തെറ്റാണ്. കോപ്പർ വയർ ആണ്, ചെമ്പുകമ്പി എന്താണ്? ഒരു കണ്ടക്ടർ ആണ്, അല്ലെങ്കിൽ ഒരു ചാലകമാണ്. കാരണം എന്താ? കോപ്പർ വയർ നല്ല ഉഷാറായിട്ട് കറണ്ട് കടത്തിവിടും. നമ്മൾ വീട്ടില് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ വയറിംഗ് ഒക്കെ ഞാൻ പറഞ്ഞ പൊടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ കോപ്പർ വയർ ആയിരിക്കും. കോപ്പർ നല്ല അടിപൊളി കണ്ടക്ടർ ആണ്, അല്ലെങ്കിൽ ചാലകമാണ്. അത് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. സോ ഓൺലി എ ഈസ് കറക്റ്റ്. എ മാത്രമാണ് ശരി. ഓക്കെ, സോ ഇവിടെ ചില കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും ചാലകങ്ങളെയും ഇൻസുലേറ്റേഴ്സിന്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്, മറന്നു പോരുത്. കോപ്പർ, മെറ്റൽസ്, ഗോൾഡ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മെറ്റൽസ് ആണ്. സോ ഇതൊക്കെ എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത്. ഓക്കെ, അതുപോലെ വെള്ളം കണ്ടക്ടർ ആണ്, മറന്നു പോരുത്. ഓക്കെ, വെള്ളത്തിൽ നിന്ന് ഷോക്ക് അടിച്ച് എന്താണ് കുറെ കുട്ടികളൊക്കെ മരിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഒരു പോസ്റ്റൊക്കെ വീണെടുക്കുമ്പോൾ അതിൻ്റെ അടുത്ത് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് പോകാൻ പാടില്ല, കാരണം എന്താ? അതിന് ഷോക്ക് അടിക്കും. ഓക്കെ, സോ വെള്ളം ഒരു കണ്ടക്ടർ ആണ്, ചാലകമാണ്, വൈദ്യുതി കടത്തി വിടുന്ന ആളാണ് വെള്ളം. ഓക്കെ, എന്തെങ്കിലും വൈദ്യുതി അപകടമുള്ള സ്ഥലത്ത് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് പോകാൻ പാടില്ല. വൈദ്യുതി ഒരു കണ്ടക്ടർ ആണ്. ഗ്രാഫൈറ്റ് ഒരു കണ്ടക്ടർ ആണ്. ഓക്കെ, കണ്ടക്ടർ അല്ലാത്ത ആളൊക്കെയാടാ? ഗ്ലാസ്, പ്ലാസ്റ്റിക്, സെറാമിക്, റബ്ബർ, പേപ്പർ, ഫാബ്രിക്, വുഡ്, നമ്മൾ പറഞ്ഞ ആളെ വൂൾ, കോക്ക്. ഓക്കെ, ഈ കാര്യങ്ങളൊന്നും കണ്ടക്ടർ അല്ല, ഇൻസുലേറ്റർ ആണ്. ഓക്കെ, നിങ്ങൾ കണ്ടക്ടേഴ്സിന് മെയിനായിട്ട് പഠിച്ചാൽ മതി. ബാക്കിയുള്ള നിങ്ങൾ അങ്ങനെ എന്താണ് ഈ ആൾക്കാരെ പഠിച്ചാൽ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എക്സാമിന്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ്. ഇനി ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബി വുഡ് ഈസ് എ ഇൻസുലേറ്റർ എന്നാണെന്നുണ്ടെങ്കിലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വുഡ് ഒരു അല്ലെങ്കിൽ മരത്തടി ഒരു ഇൻസുലേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? പ്രസ്താവന ബി ശരിയാണെന്ന് കൊടുക്കും. ഓക്കെ, യെസ്. മരത്തടി തന്നെ 2 ഐറ്റം ഉണ്ട്. ഉണങ്ങിയ മരത്തടി ഉണ്ട്, പിന്നെ ഉണങ്ങാത്തതുണ്ട്. സോ ഉണങ്ങാത്ത ആൾക്കാർ എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ഉണങ്ങാത്ത മെത്തഡിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും. ഓക്കെ, സോ അത് നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. സോ നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട, നമ്മൾ ഉണങ്ങിയ മരത്തടി ഇൻസുലേറ്റർ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞേ നമ്മൾ കറണ്ട് അടിച്ചാൽ ഉണങ്ങിയ മരത്തടി കൊണ്ടാണ് അടിക്കുന്നത്. ആലോചിച്ച് നോക്കാം. യെസ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച്
വാട്ട് ചേഞ്ചസ് ഇൻ എനർജി ഒക്കേർഡ് വെൻ ആൻ എമർജൻസി ലാമ്പ് ഈസ് ലൈറ്റഡ് വിത്ത് എ ബാറ്ററി. ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പ് പ്രകാശിപ്പിക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം ഈസി പരിപാടി, റൈറ്റ്? നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് അതാണ് നമ്മൾ ആദ്യത്തെ ഊർജ്ജം, പിന്നെ എന്തായിട്ട് നമുക്ക് കിട്ടുന്നത് അതാണ് രണ്ടാമത്തെ ഊർജ്ജം. സോ എമർജൻസി ലാമ്പ് അല്ലെങ്കിൽ നമ്മളൊരു ലൈറ്റ് ഒക്കെ കത്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജി മാറ്റിയിട്ട് ലൈറ്റ് എനർജി ആക്കുന്ന നമ്മൾ ബൾബിൽ എന്താ ഉണ്ടാകുന്നത്, ലൈറ്റ് എനർജി ഉണ്ടാകുന്നത്. സോ ലൈറ്റ് എനർജി ആണ് ഉണ്ടാകുന്നത്. ഇലക്ട്രിക് എനർജി ചേഞ്ച് ടു ലൈറ്റ് എനർജി. വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാകുന്നു. ഓക്കെ, വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാകുന്നു. ലൈറ്റ് എനർജി ഈസ് ചേഞ്ചസ് ടു കെമിക്കൽ എനർജി. തെറ്റാണ്. കെമിക്കൽ എനർജി ആണോ അവിടെ ഉണ്ടാകുന്നത്? അല്ല. കെമിക്കൽ എനർജി ഈസ് ഫസ്റ്റ് ചേഞ്ചസ് ടു ഇലക്ട്രിക്കൽ എനർജി. അതൊക്കെ തെറ്റാണ്, റൈറ്റ്? രാസോർജ്ജത്തിന്റെ പരിപാടി ഇവിടെ ഇല്ല. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്? വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാകാണ്. അതായത് ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആവാണ്. നമ്മൾ ലൈറ്റാണ് കാണുന്നത് അല്ലേ? നമുക്ക് അറിയുന്നതാണ്, തെറ്റാനൊന്നുമില്ല. ഓക്കെ, ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. തെർമൽ പവർ സ്റ്റേഷൻസിൽ എന്തായിരിക്കും ഉണ്ടാവുക? തെർമൽ പവർ സ്റ്റേഷൻസിൽ എന്താണ് എനർജി ചേഞ്ച് എന്തായിരിക്കും എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞേ തെർമൽ എനർജി ആരാക്കി മാറ്റുകയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, തെർമൽ പവർ സ്റ്റേഷൻസിൽ എന്തായിരിക്കും ഉണ്ടാവുക? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസിൽ എന്ത് എനർജി ചേഞ്ച് ഉണ്ടാവുക? ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ബാറ്ററിയിൽ എന്ത് എനർജി ചേഞ്ച് ഉണ്ടാവുന്നത് നിങ്ങൾ യൂസേഴ്സിന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ബാറ്ററിയിൽ കുറേ കെമിക്കൽസിൻ്റെ ഉള്ളിൽ, സോ അത് കെമിക്കൽ എനർജിയാണ്. അയാൾ നമ്മളെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നതാണ്. ഓക്കെ, ബാറ്ററി നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇലക്ട്രിസിറ്റി. അതിൻ്റെ ഉള്ളിൽ ആരല്ലേ? കെമിക്കൽസ്. സോ കെമിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. രാസോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നേ ബാറ്ററിൻ്റെ ഉള്ളിൽ. ലൈറ്റ് ബൾബ് നമ്മളിപ്പോൾ പറഞ്ഞു ഇലക്ട്രിക് എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറും. പിന്നെ ചൂടാവുന്നുണ്ടെങ്കിൽ ഹീറ്റ് എനർജിയും കൂടി ആവും. ഓക്കെ, നമ്മൾ ഫിലമെന്റ് ലാബിലൊക്കെ നല്ലോണം ചൂടാവുന്ന പറഞ്ഞു. സോ ഹീറ്റ് എനർജിയും കൂടി അവിടെ ഉണ്ട്. ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ഹീറ്റ് എനർജി കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ അങ്ങനത്തെ ഓപ്ഷൻ, ഇവിടെ ഡയറക്റ്റ് ഓപ്ഷൻ ഉണ്ട്, റൈറ്റ്? വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാകുന്നു എന്നുള്ള ഡയറക്റ്റ് ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് അത് മറക്കാം. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് ടു ഡു ടു സേവ് സമ്മൺ ഹൂ ഇസ് ഇൻ ഷോക്ക് അറ്റ് ഹോം? വീട്ടിൽ ഷോക്ക് അടിച്ച് നിൽക്കുന്ന ഒരാളെ രക്ഷിക്കാൻ ആദ്യം ചെയ്യേണ്ടതാ, ഒരാൾക്ക് ഇങ്ങനെ ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡോക്ടറെ വിളിക്കോ? ഡോക്ടറൊക്കെ വിളിക്കണം. അതിന് മുന്നേ എന്ത് ചെയ്യണം? നമ്മൾ ഇയാളെ ഈ വൈദ്യുതി ബ്രേക്ക് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. ഓക്കെ, ദ മെയിൻ സ്വിച്ച് ഷുഡ് ബി സ്വിച്ച്ഡ് ഓഫ് ഓർ ദ ഷോക്ക്ഡ് പേഴ്സൺ ഷുഡ് ബി റിമൂവ് ഫ്രം എ ഡ്രൈ സ്റ്റിക്ക് വിത്ത് എ ഡ്രൈ സ്റ്റിക്ക്. മെയിൻ സ്വിച്ച് ഓഫ് ആക്കുകയോ ഉണക്ക വടി കൊണ്ട് ഷോക്ക് ചെയ്ത വ്യക്തിയെ തട്ടി മാറ്റുകയോ ചെയ്യണം. ഓക്കെ, മറന്നു പോകരുത്. ഓക്കെ, ഒരാൾ ഷോക്കേറ്റ് കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഉണങ്ങിയ വടി എവിടെയുണ്ടെന്ന് നോക്കുക. ഓക്കെ, കണ്ടിട്ടില്ലെങ്കിൽ നേരെ പോവുക, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം. ഓക്കെ, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം. ഉണങ്ങിയ വടി കിട്ടിയാൽ അതുകൊണ്ട് ആദ്യം അടിച്ചിട്ട് അയാളെ എന്ത് ചെയ്യുക? ആ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ അയാൾ എവിടെയാണോ ടച്ച് ചെയ്ത് നിൽക്കുന്നത് ആ സ്ഥലം ബ്രേക്ക് ചെയ്ത് മാറ്റാം. എന്താണ് നമ്മൾ ഉണക്കവടി യൂസ് ചെയ്യുന്നത്? ഉണക്കവടി ഒരു ഇൻസുലേറ്റർ ആണ്. വുഡൻ ബ്ലോക്ക് ഒരു ഡ്രൈ സ്റ്റിക്ക് അല്ലെങ്കിൽ വുഡൊക്കെ ഒരു ഇൻസുലേറ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, കണ്ടക്ടർ അല്ല. കണ്ടക്ടർ ആരാ? മെറ്റല്. നിങ്ങൾ ഒരാൾ എന്താണ് കറണ്ട് അടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരു സ്റ്റീലിൻ്റെ വടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടിച്ചാൽ നിങ്ങൾക്കും ഷോക്ക് അടിക്കും. ഓക്കെ, നിങ്ങൾക്കും പ്രശ്നമാണ്. സോ അത് ചെയ്യരുത്. നമ്മൾ തിരഞ്ഞു നോക്കുക, എവിടെയെങ്കിലും ഉണങ്ങിയ വടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് അടിക്കുക. ഉണങ്ങിയ വടി ഇല്ലെങ്കിൽ പോയി മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക. ഓക്കെ, എന്നിട്ടാണ് പിന്നെ നമ്മൾ ഡോക്ടറെ വിളിക്കൽ, ആ കാര്യങ്ങളൊക്കെ. ഓക്കെ, യെസ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇയാൾ ഷോക്ക് അടിച്ചിരിക്കുകയാണ്. സോ ഇയാൾ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഉണങ്ങിയ വടി കൊണ്ട് ആ ഒരു വയറ് അയാൾ മാറ്റുന്നതായിട്ട് കാണും. ഓക്കെ, സോ നമ്മളെ ഇലക്ട്രിസിറ്റി നമ്മളിവിടെ തൽക്കാലം നിർത്തുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, കമൻറ്റിൽ ചോദിക്കാം, ഞാൻ ഉത്തരം പറയും. കൂടാതെ എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? തെർമൽ പവർ പ്ലാന്റിലെ എനർജി ചേഞ്ച് എന്താണ്? തെർമൽ പവർ പ്ലാന്റിലെ ഊർജ്ജം മാറുന്നത് എന്ത് ഊർജ്ജം എന്തായിട്ടാണ് മാറുന്നത്? അതുപോലെ ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ എന്ത് ഊർജ്ജം എന്തായിട്ടാണ് മാറുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും USS നന്നായിട്ട് ചെയ്താൽ നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സമാധാനമായിട്ട് പ്രിപ്പയർ ചെയ്ത് USS കിട്ടട്ടെ. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.